എടോ പിയേ. ബോസ്, എനിക്ക് മനസ്സിലായി ബോസ്. നീ ആരാന്നാടി നിന്റെ വിചാരം? ഒരു ലൈസൻസും ഇല്ലാതെ എന്റെ ക്യാബിനിലേക്ക് കയറി വരുന്നോ? ഇത്രയും നേരം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് വല്ല ഉറുമ്പം കടിച്ചോ? ലിസൺ, വിക്രാന്തിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ നിന്നോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നത് എന്ന് വെച്ച് മുതലാക്കിയേക്കരുത് നീ, കേട്ടല്ലോ? ഇനി മേലെ എന്റെ ഓഫീസിൽ കാലുകുത്തി പോരുത്. മിസ്റ്റർ വേദാന്ത് മേനോൻ ബോസ്, ഇനി മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളത് നിന്റെ തീരുമാനമല്ല. ഈ തവണ ഇവിടേക്ക് വന്നത് പോകാനല്ല, സ്ട്രോങ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കാനാ. അത് ഓർത്തോ. ഇങ്ങനെ നോക്കുന്നത്? അവിടെയാണെങ്കിൽ വിക്കി നല്ല സന്തോഷത്തിലാ, ഇവിടെ ഇവളും സന്തോഷത്തിലാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, എന്തിനാ നീ ഇങ്ങനെ നിൽക്കുന്നേ? ഇരിക്കേ. നിനക്ക് പോവാൻ ധൃതിയൊന്നുമില്ലല്ലോ. ആദ്യക്ക് കൊടുക്കാനുള്ള പലഹാരം ഞാൻ വേഗം ഉണ്ടാക്കിക്കൊണ്ടുവരാം. ആരതിയുടെ കല്യാണം ഉറപ്പിച്ചോണ്ട് അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ഞാൻ. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. കുറച്ച് താമസം എടുക്കും. ഞാൻ തന്നു വിടാവേ. സാരമില്ല ചെറിയമ്മേ, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമില്ല. അതെയോ? ഇപ്പൊ തരാവേ. ചേച്ചി, ചേട്ടൻ ഫോൺ വിളിക്കുന്നുണ്ട്. എന്തോ അർജന്റ് കാര്യമാണെന്നാ പറഞ്ഞേ. പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണമെന്ന്. ചേച്ചി റൂമിൽ പോയി സംസാരിക്കും. ഞാൻ പിന്നീട് വിളിച്ചോളാന്ന് പറയേ. ആരതി, എന്തിനിങ്ങനൊക്കെ പെരുമാറുന്നേ? നീ പോയി ഫോൺ എടുക്ക്. ഇതാ. ശരികേ, ഞങ്ങളുടെ മരുമകൻ വളരെ നല്ലവനാണ്. ഈയിടെ ഒരു ദിവസം 5-6 തവണയെങ്കിലും ഫോൺ വിളിക്കാറുണ്ട് അവൻ അവളോട് സംസാരിക്കാൻ. മോള് കഴിക്കും. എന്തിനാ ഇപ്പൊ ഫോൺ വിളിച്ചത്? എനിക്കിപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നല്ല ബിസി, അറിയോ? ലവേഴ്സ് ഫോൺ വിളിക്കുമ്പോഴാ ശരിക്കും ബിസിയാവുന്നത്. അതല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് മാറാറില്ല. വിക്കി, നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ഷാരിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവൾ ഇതെങ്ങനെ കേട്ട പ്രശ്നമാവും. നിങ്ങൾക്ക് എന്നോടുള്ള പ്രേമം എനിക്ക് തിരിച്ചുണ്ടെന്ന് അവൾക്കറിയില്ല. ഇപ്പൊ നമ്മള് തമ്മിൽ സംസാരിക്കുന്നത് അവൾ എങ്ങനെ കേട്ട് വരികയാണെങ്കിൽ അത് മതി പിന്നീട് എല്ലാ കാര്യങ്ങളും കൊളാവാൻ. നീ ഓരോ സെന്റൻസിലും വിക്രാന്ത് വിക്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചാരിയേക്കെന്നല്ല, വീട്ടിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. നോർമലായിട്ട് സംസാരിച്ചാൽ ഒരാളും അറിയില്ല. പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാര്യം എന്താ ഉള്ളേ? എന്നാലും അത് അങ്ങനെയൊന്നും അല്ല വിക്കി. എന്റെ പേടി എനിക്കേ അറിയൂ. നീ ഏതോ ശിലായുഗ കാലത്ത് ജനിക്കേണ്ട ആളായിരുന്നു. അയ്യോ, വീഡിയോ കോളിന്റെ കാലത്ത് ഓഡിയോ കോള് പോലും വിളിക്കാനായിട്ട് ഇത്ര പേടിക്കുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മിണ്ടാതെ ഇപ്പൊ ഫോൺ വെച്ച് പോവാൻ നോക്കി. ഫോൺ വെക്കാനായിട്ട് ഇത് വല്ല ടെലിഫോൺ വല്ലതാണോ? മൊബൈൽ വാട്ട് നോൺസെൻസ്. അതെ, എനിക്ക് നിന്റെ കൂടെ ജോലി ചെയ്യാനൊന്നും പറ്റില്ല. വേറെ ഒരു വഴിയില്ല, ജോലി ചെയ്തേ പറ്റൂ. ദാറ്റ്സ് ഇംപോസിബിൾ. എന്റെ അനിയന്റെ കല്യാണ കാര്യത്തിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ എന്റെ കമ്പനിയാ, ഞാനെവിടെ ബോസ്. പിന്നെന്തിനാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യമെന്ന് ചേട്ടനോട് പറഞ്ഞപ്പോ ഒന്നും മിണ്ടാതെ നിന്നേ? അപ്പോഴേ പറയാൻ പാടില്ലായിരുന്നു. ഇനി എന്നോട് ചേട്ടൻ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അന്നത്തെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ എനിക്ക് ഒബ്ജക്ഷൻ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അനിയന്റെ കാര്യം എല്ലാരും അറിയൂന്നോർത്തല്ലേ? എനിക്ക് നിങ്ങളെ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഇപ്പൊ എന്റെ വീട്ടില് നിന്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നുള്ള കാര്യം അറിഞ്ഞാ അവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കോ അതറിയാമോ? ഞാൻ വേറൊരു കമ്പനി കയറിയെന്ന് അവരോട് പറഞ്ഞേക്കുന്നേ. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്തിനാ അറിയുന്നത്? നീ ഓരോ കള്ളം പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? സിദ്ധാർത്ഥനെ തെറ്റിദ്ധരിപ്പിച്ചത് നിന്റെ മാത്രം തെറ്റാ. എന്ന് വെച്ച് എപ്പോഴും നടക്കില്ല, മനസ്സിലായോ? ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. പോകാൻ പറ്റില്ലടോ. താനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ പ്രശ്നം എന്ന് ആദ്യം പറ. നിന്റെ എടാ പോട വിളിയെല്ലാം നീ കയ്യിൽ വെച്ചോ. ഇവിടെ ഞാൻ ബോസാന്നുള്ള കാര്യം നീ മറന്നു പോരുത്. ഓ, നിങ്ങള് ബോസ് ആണെങ്കിൽ ഞാനപ്പോ ഇവിടുത്തെ എംപ്ലോയി ആണെന്നല്ലേ അർത്ഥം? നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? താനെന്തിനാടോ എന്നെ കാണുമ്പോ എപ്പോഴും ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ എന്താ തന്നെ അങ്ങ് തിന്നു? പേടിയോ? നിന്നെ കണ്ടിട്ടോ? വാട്ട് നോൺസെൻസ്. നിന്നെ കാണുന്നത് എനിക്ക് ഇറിറ്റേഷൻ ആണ്, വലിയ ഇറിറ്റേഷൻ. ഇത്ര വലിയ കമ്പനി ഓണറാണെന്ന് പറയുന്നു, ഇത് തന്നെ പറഞ്ഞോണ്ടേ ഇരിക്കുന്ന എന്തിനാ? ഒരു ഇത്തിരി ഔട്ട് ഓഫ് ദ ബോസ് ആയിട്ട് ചിന്തിക്കാനും കൂടെ പഠിക്ക്. നീ ഈ കമ്പനിന്ന് പോയാലേ എന്റെ മൈൻഡ് കൂളാവും. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ ജോലി ചെയ്താ എന്റെ ചേച്ചിയുടെയും നിന്റെ അനിയന്റെയും കാര്യത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യേണ്ടി വരില്ല. അന്ന് സംഭവിച്ചതുപോലെ ചേട്ടന് മുന്നിൽ പോയി പെട്ട പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ ഒരു ഹെവി ഹാർഡ് വർക്കർ ആയതുകൊണ്ട് കമ്പനിക്ക് നല്ല കാര്യല്ലേ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉള്ളപ്പോ പിന്നെ നീ ഇതിനെ പറ്റില്ല എന്ന് പറയുന്നേ? ബെനിഫിറ്റ്സ് എത്ര ഉണ്ടായിരുന്നാലും നിന്റെ എന്റെ കമ്പനിയിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ആഹാ, ഇപ്പോഴാണ് എന്താ കാര്യം എനിക്ക് മനസ്സിലായത്. അത് തന്നെയാ മനസ്സിലായി, വിട്ടേക്ക്. എന്ത് മനസ്സിലായിന്ന്? നിനക്ക് എന്നോട് ലൈറ്റ് ആയിട്ടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലായി. എങ്ങാനും നിനക്ക് എന്നോട് ലവ് ആയാലോ എന്നോർത്ത് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നല്ലേ? ഹായ് ചേട്ടാ. ഹേയ് സിദ്ധാർത്ഥ്, ഹായ്. നോക്ക്, ഞാൻ അഗ്രിമെന്റ് പേപ്പേഴ്സും കൊണ്ടാ വന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട. ഓക്കെ അല്ലേ? വേദാന്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ സൈൻ ചെയ്തേക്ക്. കറക്റ്റ് അല്ലേ? ഇങ്ങതാ ചേട്ടാ. വേദാന്തി, ഇതാ നിങ്ങളും കൂടി ഒന്ന് സൈൻ ചെയ്തേക്ക്. നിങ്ങൾ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞിരുന്നു. ചേട്ടൻ അതിനു മുമ്പേ ശരിയാക്കി കൊണ്ടുവന്നു. ഞാൻ എൻട്രി ആയ ഇങ്ങനെ തന്നെയാ, പിന്നെ എല്ലാം സ്പീഡായിട്ട് അങ്ങ് നടക്കും. അല്ല, വേദാന്ത് തന്നെ വന്ന് നിന്നെ വിളിക്കുന്ന അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിവേസ്, കൺഗ്രാറ്റ്സ് അമൂല്യ. താങ്ക്സ് ചേട്ടാ. ഇത് നിന്റെ വിജയമാണെന്ന് നീ കരുതണ്ട. എന്റെ എൻട്രി തന്നെ ഗ്രാൻഡ് ആയിരിക്കും. അങ്ങനെയുള്ളപ്പോ ഞാൻ റീ എൻട്രി ചെയ്താലോ പൊടി പറക്കുന്ന പോലെ ആയിരിക്കും. എക്സിറ്റ് എന്ന വാക്കേ ഉണ്ടാകില്ല. श्रीयाञ्जनेयं प्रसन्नाञ्जनेयं श्रीरामदूतं महाकायवीरं सुवनकेसरी नन्दन तेज प्रताप महाजगवन्दन रामदूत अतुलित बलधाम अञ्जनी पुत्र पवन सुत नाम जय हनुमान।
ശാരിക എന്തു പറ്റി ആരതി ചേച്ചി? ഞാൻ ശല്യം ചെയ്തോ? അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് നീ നിന്റെ ഗൗതം ചേട്ടനായിട്ട് സംസാരിച്ചു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ചേച്ചി, ഞാൻ അതിഥി നോക്കിട്ട് അവിടുന്ന് കണ്ടില്ല. ചെയിൻ ഒന്ന് ലൂസായി പോയി. ഒന്ന് ടൈറ്റ് ചെയ്ത് തരൂ. അത്രേ ഉള്ളോ? താങ്ക്സ് ചേച്ചി. ഇനി നീ സംസാരം കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ലൈനിൽ തന്നെയുണ്ട്. അവിടെ എന്താ പറ്റിയേ? ശാരിക്ക് എന്തെങ്കിലും മനസ്സിലായോ? അവളെല്ലാം ഒളിച്ചിരുന്ന് കേട്ടോ. ശരിക്കും നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എനിക്ക് ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റിയില്ല. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഞാനും നിന്നെ പോലെ വെറുതെ ആ പാവത്തിനെ അങ്ങ് സംശയിച്ചു. അവള് വേറെന്തോ കാര്യമായിട്ട് വന്നതാ. ഓ, അങ്ങനെയാണോ? സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കിപ്പോ എത്രത്തോളം ലവ് ഫീൽ ചെയ്യണമെന്നറിയോ നിനക്ക്? ആക്ച്വലി ഇപ്പോഴാണ് നമ്മള് റിയൽ ലവേഴ്സിനെ പോലെ ആയത്. നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ എന്റെ അടുത്ത് പറഞ്ഞേക്ക്. മിനിയാന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു വന്നത് മുതൽ എന്റെ മനസ്സിലൊരൊറ്റ ചിന്ത മാത്രമുള്ളത്. അതെന്തായാലും എനിക്ക് വിക്കിയോട് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അയ്യോ, നീ പറയുന്നതാണോ വലുത്, ഞാൻ കേൾക്കുന്നതാണോ വലുത്? പറ. ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും ഗൗതമനോടും ഒക്കെ എന്തോ വല്ലാത്ത തെറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു എനിക്ക് വിക്കി. അല്ലടോ, ഇഷ്ടപ്പെട്ട പയ്യനെ പിന്തിരിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയാണ്. അല്ല, അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ നിങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞിട്ടും നിന്റെ മനസ്സിൽ ഇതിന് മാത്രം ഡൗട്ട് എവിടെന്നാ വരുന്നേ? അതാദ്യം പറ. ആ കാര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നൽ എനിക്ക് ഏത് സമയത്തും. വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ നീ. ഗൗതം ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാ. നമ്മൾ രണ്ടാളെയും അവൻ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ തന്നെ അവന്റെ വീട്ടുകാരോട് അവൻ പറഞ്ഞോളൂ. ഇനി എന്താ നിനക്ക് ടെൻഷനുള്ളേ? അദ്ദേഹം വളരെ നല്ലവനായതുകൊണ്ട് എനിക്ക് ഇത്രയും ടെൻഷൻ. ഈ കാലത്ത് ആരേലും താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കോ വിക്കി? അത് മാത്രല്ല, അമ്പലത്തിൽ നമ്മൾ എത്രമാത്രം സന്തോഷിച്ചോ അദ്ദേഹം അത്ര തന്നെ സന്തോഷത്തിലായിരുന്നു. അമ്മു, അതിഥി, വേദാന്തിന്റെ ഒക്കെ ഒപ്പം നോർമൽ ആയിട്ടിരുന്നു. അതെങ്ങനെയെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അതെ, നീ പറഞ്ഞ കറക്റ്റാ. നമുക്ക് നന്മ വരുത്തുന്ന ഈ കലിയുഗ പുണ്യാത്മാവിന് തിന്മ വരുത്തരുത് എന്നല്ലേ നമ്മുടെ കൺസേൺ. അതെ വിക്കി. ടെൻഷൻ അടിക്കാതിരിക്കുന്നേ. അതുപോലെ ഒരു നല്ല മനുഷ്യന് നമുക്ക് തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. ആരതി? അയ്യോ വിക്കി, അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. കല്യാണത്തിന് മുമ്പേ അമ്മ വിളിക്കുന്നു, കല്യാണം കഴിഞ്ഞ അമ്മായിമ്മ വിളിക്കുന്നു. എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എനിക്കെന്റെ കയ്യിൽ എപ്പോഴാ നിന്നെ കിട്ടുക? ഞാൻ പിന്നെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞല്ലോ. എന്റെ ദൈവമേ, മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായി വരണേ. ഞാൻ ഇതുപോലെ ഒരു അഹങ്കാരിയുടെ കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത് ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണം. ഓടിപ്പോയി കല്യാണം നടത്താൻ ചേച്ചിക്ക് ഇഷ്ടമല്ല. എല്ലാരെയും സമ്മതിപ്പിച്ച് കല്യാണം നടത്താൻ ഒരുപാട് ചർച്ചകൾ വേണ്ടിവരും. അത് ഈസിയാക്കാനാ വീണ്ടും ഇവിടേക്ക് വന്നത്. രണ്ടാമത്തേത്, അച്ഛൻ ഇതുവരെ ലോൺ കിട്ടിയിട്ടില്ല. വിക്കിയുടെ കൂടെ കല്യാണം നടത്തണമെങ്കിലും ക്യാഷ് വേണം. സോ ഞാനും ജോലിക്ക് പോയി കാശുണ്ടാക്കി ഹെൽപ്പ് ചെയ്യണം. നിന്റെ ഭക്തയുടെ പ്രാർത്ഥന ഒന്ന് കേൾക്കണേ. നിവേദിക്കാൻ വേറൊന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ അവല് നനച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആരതി
ചേച്ചി, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. ഒരു സ്ട്രോങ് കോഫി ഇട്ട് തരുമോ? എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ഉണ്ട്, ഞാൻ സംസാരിച്ചിട്ട് വരാം. അയ്യോ ആണോ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. മാഡം, ഓ നിങ്ങളാണല്ലേ ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. നൈസ് ടു മീറ്റ് യു ഓൾ. മാഡം, ഞങ്ങൾ ജോയിൻ ചെയ്യാൻ കാരണം നിങ്ങളാണെന്ന് അറിയാൻ കഴിഞ്ഞു. അത് ശരിയാ മാഡം, ഇത്ര വലിയ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുള്ള എന്റെ ആഗ്രഹം സാധിച്ചത് മാഡം കാരണമാണ്. താങ്ക് യു മാഡം. ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇവിടുത്തെ ബോസിന്റെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്തത് നിങ്ങളാണെന്ന് കാന്തൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. സുമേഷ് എനിക്ക് ഓൾറെഡി ബിൽഡപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞോ? അത് കൊള്ളാലോ. അതെ, ഞാനെന്ന് വെച്ചെന്താ തമാശയാണോ? എന്നാൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ മാഡം, ചിലതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തു. അത് കൊള്ളാലോ. ഇവൾ എന്നേക്കാളും സ്പീഡാണല്ലോ. മാഡം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം. ഈ ഓഫീസിലേക്ക് ലേഡീസ് എൻട്രി ആയി കഴിഞ്ഞു. കൂടാതെ ഞാനും ഇവിടെ ജോയിൻ ചെയ്തു. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അയാൾ ഇനി വെറുതെ ഇരിക്കോ? ഒട്ടും ചാൻസ് ഇല്ല. സൈലന്റ് ആയിട്ടിരിക്കുമെന്ന് കരുതുകയേ വേണ്ട. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഞാൻ തന്നെ അങ്ങ് ചെയ്താലോ? വാവ്, സൂപ്പർ. അത് തന്നെയാ കറക്റ്റ്. ബട്ട് എന്താ ചെയ്യുക? സോറി മാഡം. എടോ, കണ്ണിലേക്ക് ആരെങ്കിലും സ്പ്രേ അടിക്കോടോ? ആദ്യം തന്നെ ഒരു പ്രാവശ്യം സ്പ്രേ അടിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ അടിക്കുന്നേ? അത് പിന്നെ ബോസിന് സ്ത്രീകളുടെ പെർഫ്യൂമിന്റെ സ്മെൽ ഇഷ്ടമല്ല. അതുകൊണ്ട് ഓരോ മണിക്കൂറിലും സ്പ്രേ അടിക്കാൻ പറഞ്ഞു. അതാ ചെയ്തോണ്ടിരുന്നത്. ഇതെനിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിയതാ മാഡം. സോറി മാഡം. മാഡം, വേഗം പോയി കണ്ണു കഴിക്ക്, ഇതിൽ കെമിക്കലുണ്ട്. വേഗം ആവട്ടെ. മാഡം 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 മാഡം, ഇവിടെ വേണ്ട. ഇത് ബോസിന്റെ പ്രൈവറ്റ് വാഷ്റൂമാ. എടോ, പുറകെ വന്ന് വാഷ്റൂമിലേക്ക് തന്നെ വന്നല്ലോടോ. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കണ്ണിൽ കൂടെ തന്നെ വിഴുങ്ങാൻ. ഒന്നാമത് കണ്ണ് തീർന്നു, അതിന്റെ ഇടയ്ക്ക് അവിടെ വേണ്ട ഇവിടെ വേണ്ട. ഒന്ന് പോടോ. എന്തിനാ താനിങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്ന് പോടോ, ഒന്ന് പോവാൻ. പോയോ? അമ്മേ, അമ്മേ. അഹങ്കാരം പിന്നെയും കൂടിയല്ലോ. പെർഫ്യൂമിന്റെ സ്മെല്ലിന് പോലും ആണും പെണ്ണും ഉണ്ടോ? ഞങ്ങൾക്ക് സമത്വം വേണം. ഞാൻ ഇതിനെ എതിർക്കുന്നു. എന്റെ തമാശയാണോ? നോൺസെൻസ്. ഈ ആരതി, ഞാൻ എത്ര വലിയ കില്ലാടിയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ തന്നെ പറ്റിക്കാൻ നോക്കിയോ? ഒരു മണ്ടിയാണ്. ഈ നാട്ടിലുള്ള ഒരു പെണ്ണിനും എന്നെ പോലെ ചിന്തിക്കാൻ ഒരിക്കലും കഴിയില്ല. വിക്കിയുടെ പെട്ടെന്നുള്ള ചേഞ്ചിൽ എന്തോ കാരണമുണ്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാ. അതുകൊണ്ടാണ് ഫോണിൽ ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തത്. നീ ആരോടാണ് സംസാരിച്ചത്, എന്താണ് സംസാരിച്ചത്, എല്ലാം എനിക്ക് മനസ്സിലാവും. ഓക്കേ? ഹലോ വിക്കി. ഈ കാലത്ത് ആരേലും താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കോ വിക്കി? അമ്മു, അതിഥി, വേദാന്തിന്റെ ഒക്കെ ഒപ്പം നോർമൽ ആയിട്ടിരുന്നു. മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കോ വിക്കി?
ആരതി ചേച്ചിയോട് തലവേദനയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തിനാ ഇയർഫോൺ യൂസ് ചെയ്യുന്നേ? തലവേദന കൂടത്തില്ലേ? അത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യായിരുന്നു. ചില സമയത്ത് ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവും. തലവേദന വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. ദാ ഇത് കുടിക്കാം. എല്ലാം കഴിഞ്ഞു. ഈ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ കാര്യം നോക്കി പോകുന്നു കരുതിയപ്പോ നിങ്ങൾ തന്നെ സെറ്റപ്പ് ഉണ്ടാക്കിയോ? ഞാൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്താ ശാരിക ഒന്നും പറയാതെ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നേ? ശാരികേ, ശാരികേ, ശാരിക നിക്ക്. അയ്യോ, എന്താ ശാരിക പെട്ടെന്നങ്ങ് പോയത്? അവൾക്ക് എന്ത് പറ്റി? അറിയില്ലമ്മേ. തല വേദനിക്കുന്നുണ്ട്, കോഫി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തപ്പോ അതുപോലും കുടിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. അതെയോ? എന്തൊരു പെണ്ണാണ് ഇവള്. ഞാൻ പലഹാരം തന്നുവിടാന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞവള് എടുക്കാതെ പോയി. ഞാൻ തന്നെ പോയി കൊണ്ടു കൊടുക്കാം. അതാകുമ്പോ ആദ്യം കാണാമല്ലോ. വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പ്സിൽ മെമ്പറായ അതിനനുസരിച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇത് ഫാസ്റ്റ് ന്യൂസിൽ തന്നെ ആദ്യമായാണ് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ബിസിനസ് ടൈക്കൂൺ അതുപോലെ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ് പേഴ്സൺ അവാർഡ് വിന്നർ ആയിട്ടുള്ള വേദാന്ത് വസിഷ്ഠ സ്വന്തം രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ശ്രദ്ധ നേടിയത്. അഭിമാനത്തോടെ സ്വന്തം സക്സസിന് പിന്നിൽ ഒരു പെൺതരി പോലുമില്ല, ഇതിനെല്ലാം കാരണം ആണുങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കാലം എന്നത് ആരെയും വിടില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ വേദാന്ത് വസിഷ്ഠും മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇപ്പോൾ സ്ത്രീകൾക്കും എൻട്രി കിട്ടിക്കഴിഞ്ഞു. ഇത് ബിസിനസ് ഫീൽഡിൽ തന്നെ എവിടെയും കേൾക്കാത്ത സെൻസേഷണൽ ന്യൂസ് ആണ്. ഇതേപ്പറ്റി അഭിപ്രായം പറയാൻ വേദാന്ത് ഇതുവരെയും കൂട്ടാക്കിയിട്ടില്ല. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയിരുന്ന വേദാന്തിന്റെ ജീവിതത്തിലേക്കും സ്ത്രീകൾക്ക് എൻട്രി കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ചർച്ചയായിരിക്കുന്നത്. ഈ ചാനലുകാർക്കൊന്നും വേറെ പണിയില്ലേ? എന്തൊക്കെ വൃത്തികേടാ ഇവർ ഈ വിളിച്ചു പറയുന്നത്. ഇതിനൊന്നും ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞത്രേ. ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞത്? നോൺസെൻസ്. കള്ളം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? എന്നെ തകർക്കാനായില്ല അവരുടെ ശ്രമം. ആ സിദ്ധാർത്ഥന്റെ വാക്ക് കേട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി. കമ്പനിയിൽ ലേഡീസിനെ എടുക്കാൻ പാടില്ലായിരുന്നു. ആദ്യം അവളെ പിടിച്ച് പുറത്താക്കണമായിരുന്നു. Bloody idiot. എന്റെ പേഴ്സണൽ വാഷ്റൂമില് ഒരു പെണ്ണിന്റെ പൊട്ടോ? What the hell? ബോസേ, പല്ലിയാണോ പാറ്റയാണോ തവളയാണോ? പാമ്പ് എന്തായാലും വരില്ലെന്ന് ഉറപ്പാണ്. എവിടെയാ ബോസ്? കാണിച്ചോ. എന്റെ വാഷ്റൂമിൽ ആരാടോ ഈ പണി ചെയ്തു വെച്ച് പോയത്?